ഹലോ, വെൽക്കം ബാക്ക്. നമുക്ക് ഗവി വരെ ഒന്ന് പോയാലോ? ഭൂരിഭാഗം പേരും ഗവിയിൽ പോയവരായിരിക്കും അല്ലേ? ഇതുവരെ പോകാത്തവരെ അവിടെ എത്തിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒരു പ്രകൃതി സൗഹൃദ വിനോദസഞ്ചാര പദ്ധതിയാണ് ഗവിയിലേത്. ഇവിടെ എത്തുന്ന സന്ദർശകരിൽ ഭൂരിഭാഗവും പ്രകൃതി സ്നേഹികളാണ്, അല്ലെങ്കിൽ സാഹസപ്രിയർ. കേൾവി കേട്ട വിനോദസഞ്ചാര സ്ഥാപനമായ അലിസ്റ്റെയർ ഇൻ്റർനാഷണൽ ലോകത്തിലെ തന്നെ മുൻനിര പ്രകൃതി സൗഹൃദ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി ഗവിയെ ഉൾപ്പെടുത്തിയതോടെ സന്ദർശകരുടെ വരവും വർദ്ധിച്ചു. ഇന്ത്യയിൽ ഉറപ്പായും കാണേണ്ട പ്രദേശങ്ങളിലൊന്ന് എന്ന പദവിയും ഗവിക്ക് ലഭിച്ചു. ഗവിയിലേക്കുള്ള പാതയ്ക്കിരുവശവും തേയിലത്തോട്ടങ്ങളാണ്. മുണ്ടക്കയം, കുട്ടിക്കാനം, പിരുമേട്, വണ്ടിപ്പെരിയാർ എന്നിങ്ങനെ ഗവിയിലേക്കുള്ള വഴിയിലും ആകർഷണീയമായ സ്ഥലങ്ങളുണ്ട്. ഗവിയിലെത്തിയാൽ കേരള വനവികസന കോർപ്പറേഷൻ്റെ എക്കോ ലോഡ്ജായ ഗ്രീൻ മാൻഷൻ നിങ്ങൾക്ക് ആതിഥ്യം നൽകും. ഗ്രീൻ മാൻഷനിൽ നിന്നും നോക്കിയാൽ ഗവി തടാകവും ചേർന്നുള്ള വനങ്ങളും കാണാം. അല്ലെങ്കിൽ മരങ്ങൾക്ക് മുകളിൽ ഒരുക്കിയ വീടുകളും കാടിനകത്ത് ടെൻ്റ് കെട്ടി താമസവും പരീക്ഷിക്കാം. പരിശീലനം ലഭിച്ച ഗൈഡുകളോടൊപ്പം കാടിനകത്ത് ട്രെക്കിങ്ങിനും പോകാം. ഇനി ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഗവി ഒരു അഭയസ്ഥാനമാണ്. ഗവി തടാകത്തിൽ വള്ളം തുഴയാം, സൂര്യാസ്തമനം കണ്ടിരിക്കാം. സാധാരണയായി സസ്യഭക്ഷണമാണ് ഒരുക്കുക, ഒപ്പം ചെറുകടികളും. വനാനുഭവത്തിനൊപ്പം സസ്യഭക്ഷണം സന്ദർശകരെ പുത്തനൊരനുഭൂതിയിലേക്ക് ഉയർത്തുന്നു. വിവിധ സസ്യജന്തുജാലങ്ങളാൽ സമൃദ്ധമാണിവിടം. കുന്നുകളും സമതലങ്ങളും പുൽമേടുകളും ചോലക്കാടുകളും വെള്ളച്ചാട്ടങ്ങളും ഏലത്തോട്ടങ്ങളും വംശനാശം നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെയും വരയാടുകളെയും ഇവിടെ കാണാം. വേഴാമ്പൽ ഉൾപ്പെടെ 260ഓളം പക്ഷി ഇനങ്ങളും ഗവി മേഖലയിലുണ്ട്. പക്ഷി നിരീക്ഷകർക്കും സ്വർഗമാണിവിടം. ഗവിയിൽ നിന്നും ചെറിയ ട്രെക്കിംഗ് മതി താഴെ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലെത്താൻ. രാത്രി വനയാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് കള്ളാർ, ഗവി പുല്ലമേട്, കൊച്ചുപമ്പ, പച്ചക്കാനം എന്നിവിടങ്ങളിലേക്ക് രാത്രി സഫാരിക്കും സൗകര്യങ്ങളുണ്ട്. ജീവിതകാലത്ത് ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ഗവി. ഒരിക്കൽ കണ്ടാൽ അതിൻ്റെ മാന്ത്രികാനുഭൂതി നിങ്ങളെ പിന്നെ കൈവിടില്ല. ഇത്രയും നേരം നമ്മൾ ഗവിയുടെ ഭംഗിയും അവിടുത്തെ ആസ്വാദകരമായ കാര്യങ്ങളുമാണ് പറഞ്ഞത്. ഇതിലുമൊക്കെ അപ്പുറം അവിടെ എങ്ങനെ എത്തിപ്പെടാമെന്നും മറ്റു ചില കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. പത്തനംതിട്ട ജില്ലയിലെ കേരള വനവികസന കോർപ്പറേഷൻ്റെ ഒരു പരിസ്ഥിതി ടൂറിസം പദ്ധതിയാണ് ഗവി. പത്തനംതിട്ടയിൽ നിന്നും ഗവി വരെയുള്ള ദൂരം 109 കിലോമീറ്റർ 428 മീറ്ററാണ്. യാത്രാ സമയം 2 മണിക്കൂറും 5 മിനിറ്റും. വണ്ടിപ്പെരിയാറിൽ നിന്ന് 14 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ്, കുമളിയിൽ നിന്നും തേക്കടിയിൽ നിന്നും 28 കിലോമീറ്റർ റാണി റിസർവ് വനത്തിനുള്ളിലാണ് ഗവി. റാണി താലൂക്കിലെ സീതത്തോട്ട് പഞ്ചായത്തിൻ്റെ ഭാഗമാണ് ഗവി. പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗം കൂടിയാണ് ഈ പ്രദേശം. വണ്ടിപ്പെരിയാറിൽ നിന്നും കാർ മുഖേനയും ഈ പാതയിൽ സഞ്ചരിക്കാം. പിന്നെ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഞാനിതുവരെ ഗവിയിൽ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ അടുത്തൊരു സ്ഥലത്തിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗവിയിൽ എന്തെങ്കിലും പോകാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോടെ ബൈ ബൈ.